നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോണരോഗങ്ങൾ എങ്ങനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം, എന്തെല്ലാമാണ് നൂതന ചികിത്സാ മാർഗങ്ങൾ എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ പെരിയോഡോണ്ടിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ദിവ്യ PV ആണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ദന്താരോഗ്യം പോലെ തന്നെ അതേപോലെ സംരക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മോണയുടെ ആരോഗ്യവും. അപ്പോൾ മോണയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. ദന്താരോഗ്യം എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുമ്പോൾ അത് മോണാരോഗ്യവും ദന്ത സംരക്ഷണവും രണ്ടും ചേർന്നിട്ടാണ് വരുന്നത്. അതായത് ദന്തക്ഷയമാണ് പല്ലിന് കേട് സംഭവിക്കുമ്പോൾ നമ്മൾ ദന്തക്ഷയം എന്ന് പറയും. അതിനെ ആവരണം ചെയ്തിരിക്കുന്ന മോണയ്ക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴാണ് മോണരോഗം എന്ന് പറയുന്നത്. പ്രധാനമായും മോണരോഗം രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ജിഞ്ചവൈറ്റിസ് എന്ന് പറയും, അത് മോണ വീക്കം എന്ന് പറയുക. അതിൻ്റെ ഡീപ്പർ സ്ട്രക്ചേഴ്സിലേക്ക് പോകുമ്പോൾ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയും. അത് മോണ നമ്മൾ പല്ലിന് ചുറ്റും കാണുന്ന ആ പിങ്ക് നിറത്തിലുള്ള സ്ട്രക്ചറിൻ്റെ മാത്രമല്ല മോണരോഗം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ താഴെ ടൂത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന റൂട്ടിന് ചുറ്റും ആവരണം ചെയ്തിരിക്കുന്ന സിമൻറ്റം, ആൽവിയോളർ ബോൺ, പെരിഡോണ്ടൽ ലിഗമെൻറ്റ് എന്നീ കലകളോട് ചേർന്ന ഒരു ടൂത്ത് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിനെയാണ് ശരിക്കും മോണരോഗം അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ജിഞ്ചവൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ മോണയിൽ മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുമ്പോൾ അത് ഡീപ്പർ സ്ട്രക്ചേഴ്സിലും പോയി മോണ പഴുപ്പ്, പല്ലിന് അകലം സംഭവിക്കുക, അതുപോലെ തന്നെ പല്ല് ആടിപ്പോവുക, അങ്ങനെയൊക്കെ അവസ്ഥയിലേക്ക് മാറി വരുന്നുണ്ട്. അപ്പോൾ ദന്താരോഗ്യം നമ്മൾ സംരക്ഷിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് പല്ലിൻ്റെ അതായത് ദന്തക്ഷയവും മോണരോഗവും രണ്ടും അതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ ദന്താരോഗ്യവും നമ്മുടെ ജനറൽ ഹെൽത്തുമായിട്ട് അല്ലെങ്കിൽ പൊതു ആരോഗ്യവുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. മോണരോഗം പല ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ് ആയാലും, അതുപോലെ തന്നെ ശ്വാസകോശ റെസ്പിറേറ്ററി ഡിസീസസ്, അതുപോലെ കാർഡിയാക് പ്രോബ്ലംസ്, അങ്ങനെ പല ഡിസീസസുമായിട്ട് ഒരു റിലേഷൻ ഉള്ളതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ദന്താരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുവഴി നമുക്ക് നമ്മുടെ ജനറൽ ഹെൽത്ത് നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ പലതരം മോണരോഗങ്ങളെ പറ്റി പറഞ്ഞു, വ്യത്യസ്ത രീതിയിലുള്ളത്. അപ്പോൾ മോണയിൽ ഇപ്പോൾ തടിപ്പും നീരും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ചിലപ്പോൾ ബ്ലഡ് കണ്ടന്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നു. അത് ഈ പറയുന്ന വ്യത്യസ്ത രീതിയിലുള്ള മോണരോഗത്തെ പറ്റി പറഞ്ഞല്ലോ, അത് ഇതിൽ ഏത് രീതിയുമായി ബന്ധപ്പെട്ട് വരുന്നു? അതെ, രക്തം പൊടിഞ്ഞു വരിക, അതല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ രക്തം വരിക, അല്ലെങ്കിൽ നമ്മളൊരു കട്ടിയുള്ള പദാർത്ഥം കഴിക്കുമ്പോൾ രക്തം പൊടിയുക, അത് ആണ് സാധാരണ മോണരോഗത്തിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ പ്രൈമറി, അതായത് പ്രധാന ലക്ഷണം അത് തന്നെയാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോണയിലേക്ക് മാത്രം നിൽക്കുമ്പോൾ അതിനെ ജിഞ്ചവൈറ്റിസ് എന്ന് പറഞ്ഞതിനെയാണ് ഈ മോണ വീക്കം എന്ന് നമ്മൾ പറയുക. പക്ഷേ മോണ പഴുപ്പ് അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ അത് താഴത്തെ ഡീപ്പർ സ്ട്രക്ചേഴ്സിലും കൂടെ വന്ന് കഴിയുമ്പോഴാണ് പെരിഡോണ്ടൈറ്റിസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഈ മോണരോഗത്തിൻ്റെ പ്രധാന ലക്ഷണമാണ്. അത് ജിഞ്ചവൈറ്റിസിനും കാണും, പെരിഡോണ്ടൈറ്റിസിനും കാണും. അപ്പം ജിഞ്ചവൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൊഫഷണൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അതൊരു റിവേഴ്സിബിൾ കണ്ടീഷനായിട്ടാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ അത് ഡീപ്പർ സ്ട്രക്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ താടിയെല്ലിനെയൊക്കെ എത്രത്തോളം ബാധിച്ചു എന്ന് അനുസരിച്ചിരിക്കും അത് എത്രത്തോളം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അതൊരു കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പെരിഡോണ്ടൈറ്റിസ്. പക്ഷേ ജിഞ്ചവൈറ്റിസ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ മോണരോഗങ്ങൾക്കുള്ള കാരണം എന്ത്? ഈ ഒരു രോഗം വരാനുള്ള കാരണം എന്ത്? ഇപ്പോൾ ഭക്ഷണക്രമത്തിലാണോ, അങ്ങനെയുള്ള മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണോ? എന്താണ് ഇത്തരത്തിലൊരു മോണരോഗങ്ങൾ വരാനുള്ള കാരണം? മാത്രമല്ല, ഇത് നമുക്ക് നേരത്തെ തന്നെ തടയാൻ സാധിക്കുമോ? അതെ, മോണരോഗം തീർച്ചയായും നമുക്ക് നേരത്തെ തന്നെ തടയാൻ സാധിക്കും. അത് ശരിക്കും പല്ല് നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തില്ലെങ്കിലാണ് ഈ പല്ലിന് ചുറ്റും ഒരു പ്ലാക്ക് അടിഞ്ഞുകൂടി അത് ക്രമേണ കാൽക്കുലസായി മാറി അങ്ങനെയാണ് ഈ ലോക്കൽ ഇറിറ്റൻസ്, അതായത് പ്ലാക്ക് ആൻഡ് കാൽക്കുലസ് ആണ് നമ്മൾ ലോക്കൽ ഇറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ മോണരോഗത്തിൻ്റെ മെയിൻ കാരണം എന്ന് ഉദ്ദേശിക്കുന്നത്.
അത് ഈ പ്ലാക്കും കാൽക്കുലസും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി എയിം. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാക്ക് കാൽക്കുലസ് ആയിട്ട് മിനറലൈസ് ചെയ്യാതെ നമുക്ക് നോക്കാൻ സാധിക്കും. അതിൽ പ്രോപ്പർ ബ്രഷിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പം ഒരു കുറച്ച് കൂടുതൽ നേരം ബ്രഷ് ചെയ്യുകയെന്നോ അതല്ലെങ്കിൽ 3-4 പ്രാവശ്യം ബ്രഷ് ചെയ്യുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ ബ്രഷ് ചെയ്യുന്നത് 2 നേരം ബ്രഷ് ചെയ്താൽ മതി. എന്നിരുന്നാലും അത് ചെയ്യുന്നത് പ്രോപ്പർ, അതായത് നമ്മുടെ വായ്ക്കുള്ളിലെ എല്ലാ പല്ലുകളും ബ്രഷ് എത്തത്തക്ക രീതിയിലുള്ള ബ്രഷായിരിക്കണം. അതുപോലെ ബ്രിസിൽസ് നല്ല സോഫ്റ്റ് മീഡിയം ബ്രിസിൽസ് ആയിരിക്കണം. അതുപോലെ പേസ്റ്റ് ഒരു പയറുമണിയുടെ അത്ര പേസ്റ്റ് എടുത്താൽ മതി, അല്ലാതെ ആ ബ്രഷിൽ മൊത്തവും പേസ്റ്റ് എടുക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചില ആൾക്കാരുടെ പല്ലുകളുടെ ഇടയ്ക്ക് വിടവ് കാണില്ല, മീൻസ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്രഷ് എല്ലായിടത്തും നല്ല ടൈറ്റ് കോണ്ടാക്ട്സ് ആയിരിക്കും, ഇങ്ങനെ ക്രൗഡ് ചെയ്തിരിക്കുന്ന പല്ലുകളായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ബ്രഷ് എല്ലായിടത്തും എത്തിപ്പറ്റിയെന്ന് വരില്ല. അങ്ങനെ അതിനോടൊപ്പം തന്നെ ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻ്റർഡെൻ്റൽ എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടി യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാ ഏരിയയും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനോടൊപ്പം തന്നെ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, അത് ഫൈബർ ഫുഡ് കഴിക്കുക. പിന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റിക്കി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. അഥവാ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പം തന്നെ വാ കഴുകുക. അതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം. അത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയ മോണ വീക്കമോ അല്ലെങ്കിൽ നിറ വ്യത്യാസമോ മോണയ്ക്ക് നിറ വ്യത്യാസമോ ഒക്കെ കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അധികം താമസിയാതെ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ചികിത്സ യഥാസമയം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മോണരോഗം തടയാൻ സാധിക്കും. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് സൗമ്യയാണ്. സൗമ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. സൗമ്യ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡോക്ടർ നേരത്തെ ബ്രഷ് ഉപയോഗിക്കുന്നതിനെ പറ്റിയും അതേപോലെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കുമുള്ള രീതിയാണ് ഒരുപാട് പേസ്റ്റ് ഉപയോഗിക്കുക എന്നത്. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ വെള്ള കളറുള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ? അതെ, ക്രീം പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ പല്ലിന് നല്ലത്. അതിനകത്ത് നമുക്ക് ഈ പേസ്റ്റിലൊക്കെ അബ്രേസീവ് ഏജൻസ് ഉണ്ട്. അപ്പോൾ അബ്രേസീവ് ഏജൻസ് കുറഞ്ഞുള്ള പേസ്റ്റാണ് എപ്പോഴും നല്ലത്. അത് ക്രീം പേസ്റ്റിലാണ് സാധാരണ കുറഞ്ഞ് കാണുന്നത്. അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് അബ്രേസീവ് ഏജൻസ് കൂടുതലുള്ള പേസ്റ്റൊക്കെ ഉപയോഗിച്ചാൽ. അങ്ങനെ വരുമ്പോഴാണ് ചില പേഷ്യൻസ് വന്നിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ട്, പല്ല് പുളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ അബ്രേസീവ് ഏജൻസ് കൂടുതലുള്ള പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബൈനാമിൽ തേഞ്ഞു പോകാനും അതുവഴി പല്ലിന് പുളിപ്പ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്രീം പേസ്റ്റ് സാധാരണ അഡ്വൈസ് ചെയ്യുന്നത്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് സിന്ധു ആണ്. സിന്ധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഡോക്ടർ, എനിക്ക് 28-ാം തീയതി. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. എന്റെ പല്ല് ഏറ്റവും അന്നേരം സൈഡുള്ള പല്ല് പറിച്ചിട്ടുണ്ടായിനെ കോളേജിൽ നിന്ന്. പല്ല് പറിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? പറിച്ച്. അത് പല്ലിന്റെ നടു കൂടി ഒരു പൊട്ട് ചീന്തല് വന്നിട്ടാണ് എടുത്തത്. അതെ. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, റൂട്ട് കനാൽ ചെയ്യാനൊന്നും പറ്റൂലെന്ന് പറഞ്ഞ് അതുകൊണ്ട് എടുത്ത്. അതെ. ഇപ്പൊ നോക്കുമ്പോ എടുത്തു കഴിഞ്ഞപ്പോ പല്ലിന്റെ ഈ തലേന്റേക്ക് ഒക്കെ ആ എല്ലിൽ കൂടെ വേദന, ഭയങ്കര ചെവിയിലേക്ക് വേദന വരിക. താഴത്തെ പല്ലാണോ എടുത്തത്? താഴെ വരിയില്ല പല്ലെടുത്ത്. ഏറ്റവും പുറകിലത്തെ പല്ലാണോ എടുത്തേ? അത് ഏറ്റവും പുറകിൽ വെച്ചാൽ അവസാനം വന്ന പല്ല്, 18 വയസ്സിന് ശേഷം വന്ന പല്ലാണ്? ലാസ്റ്റ് പല്ല എടുത്ത്. എത്ര ദിവസം എടുത്തിട്ട്? 28-ാം തീയതിയാണ് എടുത്തത്. കഴിഞ്ഞ മാസം? 2 ആഴ്ച കഴിഞ്ഞ്. ഓക്കെ. അത് എടുത്തത് എങ്ങനെയാ എടുത്തത്? ഒരുപാട് ബുദ്ധിമുട്ടിയാണോ എടുത്തത്? ഒരു പ്ലെയർ ഇട്ടുകൊണ്ട് അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞു കീറി എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ ഡോക്ടർ പറയുമ്പോ ശ്രമിച്ചു നോക്കാന്നും പറഞ്ഞിട്ട് ഇളക്കി എടുത്തതേ. ഓക്കെ.
അത് തയ്യലുണ്ടായിരുന്നോ? ഇല്ല, ഇല്ല. അല്ലാതെ തന്നെ ഒരു ഇളക്കി എടുത്തതേനു. എക്സ്റേ ഒക്കെ എടുത്തിട്ടല്ലേ എടുത്തത്? എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശരി. അതൊക്കെ ജോയിന്റ് വേദന ഉണ്ടായിരുന്നു, വായ നല്ലോണം തുറക്കാൻ പറ്റാത്ത. അപ്പൊ എക്സ്റേ ഒക്കെ എടുത്ത്, അപ്പൊ വല്ലാതെ വായ തുറക്കാതെ പറിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ആ പ്ലെയർ വെച്ചങ്ങാണ്ട് എന്നോട് കടിപ്പിച്ച് വെച്ച്. അത് യൂഷ്വലി അവസാനത്തെ പല്ല് എടുക്കുമ്പം ഇതുപോലെ ബുദ്ധിമുട്ടുകൾ സാധാരണയാണ് കാണുന്നത്, സാധാരണമാണ്. അതെന്ന് വെച്ചാൽ ഉള്ളിലെ ഏറ്റവും അവസാനം വരുന്ന നമ്മൾ ഒരു 18 വയസ്സിന് ശേഷം വരുന്ന പല്ലാണത്. അപ്പം നമ്മുടെ എല്ലും ഒക്കെ വളർന്ന് ഒരു അഡൾട്ടായിട്ടിന് ശേഷം വരുന്ന പല്ലല്ലേ. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ സാധാരണ കുറച്ച് ബുദ്ധിമുട്ട് കുറച്ച് നാളത്തേക്ക് കാണും. അതൊരു 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് കുറഞ്ഞ് കംപ്ലീറ്റ് മാറിക്കോളും. അത് പ്രശ്നമുള്ളതല്ല. പക്ഷേ ഇത് സാധാരണയാണ് ഇത് കാണുന്നത്. പല്ലെടുത്ത് കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാനും ടൈം എടുക്കും. അതുപോലെ തന്നെ വേദനയും വാ തുറക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വാ തുറക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തുറക്കാതിരിക്കരുത്, അത് വാ വലിച്ച് തുറക്കുക തന്നെ ചെയ്യണം. എന്നാലേ അത് മാറുകയുള്ളൂ. ആ പേശികളെല്ലാം അഴിഞ്ഞ് വന്നാലേ നമുക്കത് നോർമലായി വരുള്ളൂ. അത് മാറിക്കോളും കേട്ടോ. അതുകൊണ്ട് അത് കടിച്ചു വെച്ചതിനോട് മുകളിലെ വരിയിലെ പല്ലുകൾക്ക് ഭയങ്കര പുളിപ്പ്. അതെ, അതിന്റെ മുകളിലുള്ള പല്ലിനാണോ ഇപ്പൊ? അതിന്റെ നേരെ മുകളിലുള്ള പല്ല്, മുകളിലെ വരിയിലെ പല്ലിന് അന്ന് ഒരു പ്ലെയർ കടിച്ചു പിടിപ്പിച്ചിട്ട് എന്നോട് ഒരു പല്ലിളക്കി. അത് തട്ടിയിരുന്നോ? ഓക്കെ. അത് മാറിക്കോളും. അതൊരു 1-2 ആഴ്ച കഴിയുമ്പോൾ മാറിക്കോളും. അത് അങ്ങനെ ഒരു പെർമനന്റ് അല്ല, അത് ഒരു താൽക്കാലികമായിട്ടുള്ള പുളിപ്പാണ്. അത് മാറിക്കോളും കേട്ടോ. ശരി, പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ മോണരോഗത്തിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെ പറ്റി പറയാമോ? എന്തെല്ലാം സൂചനകൾ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? അത് ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലീഡിങ് ഓൺ പ്രോബിങ്, അതായത് ബ്ലീഡിങ് ആണ് ആദ്യം കാണുന്ന ലക്ഷണം. അത് രോഗലക്ഷണം. നമ്മൾ ഒരു ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയായ സാധനമോ കടിക്കുന്ന സമയത്ത് ഒരു രക്തക്കറ കാണും. അത് തന്നെയാണ് ഫസ്റ്റ് സൈനായിട്ട് പറയാനുള്ളത്. ഓഫ് കോഴ്സ് ബ്ലീഡിങ് നമുക്ക് പല അസുഖങ്ങൾക്കും കാണാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ മോണരോഗത്തിൻ്റെ ഫസ്റ്റ് ലക്ഷണമായിട്ട് നമ്മൾ കരുതുന്നത് ബ്ലീഡിങ് തന്നെയാണ്. ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരും. നമ്മൾ ബ്രഷ് ചെയ്തിട്ട് തുപ്പുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബ്ലഡ് ടിഞ്ച് കാണാൻ സാധിക്കും. പിന്നെ മോണയുടെ കളറിൻ്റെ നിറവ്യത്യാസം ഉണ്ടാവും. അതായത് പിങ്ക് കളർ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു മോർ റെഡിഷ് കളറായിട്ട് കാണാൻ സാധിക്കും. പിന്നെ മോണ വീക്കം, അവിടെ ഇങ്ങനെ ചെറിയ വീക്കങ്ങളോ അല്ലെങ്കിൽ ആപ്സിസ് ഫോർമേഷനോ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചില സമയത്ത് കുറച്ചും കൂടെ ഇതായിട്ട് കാണുകയാണെങ്കിൽ ചിലപ്പോൾ മോണയിൽ നിന്ന് പഴുപ്പ് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മോണരോഗമാണ് എന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഉടനെ ചികിത്സ തേടുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. പിന്നെ അതുപോലെ തന്നെ പലരും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, മോണയിൽ ചെറിയ നിറവ്യത്യാസമോ അല്ലെങ്കിൽ ചെറിയൊരു ആൾസറോ വീക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും വീട്ടിലെ ചികിത്സയൊക്കെ ചെയ്ത് അങ്ങ് തൽക്കാല ആശ്വാസം നേടി നിൽക്കും. അപ്പോൾ അത് ഇങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കായിരിക്കും അവർ പിന്നെ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ ആ സമയത്തേക്കും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിഞ്ചൈവൈറ്റിസ് എന്നുള്ളത് മാറി ഒരു പെരിഡോണ്ടൈറ്റിസിലേക്ക് മാറിയിട്ടുണ്ടാവും. ആ പെരിഡോണ്ടൈറ്റിസിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ജിഞ്ചൈവൈറ്റിസിൽ ട്രീറ്റ് ചെയ്യുന്ന നമുക്കൊരു പ്രോഗ്നോസിസ് അല്ലെങ്കിൽ എന്താ പറയുക റിസൾട്ട് നമുക്ക് പെരിഡോണ്ടൈറ്റിസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടണം എന്നില്ല. അപ്പോൾ കഴിയുന്നതും ആദ്യ ലക്ഷണങ്ങൾ ഇതുപോലെ തന്നെ തടുപ്പോ വേദനയോ മോണയ്ക്ക് വേദനയോ നിറവ്യത്യാസമോ കാണുന്ന സമയത്ത് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് അതിൻ്റെ വേണ്ട ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ അഭികാമ്യമായിരിക്കും. ഡോക്ടർ, നമ്മൾ മോണരോഗത്തെ പറ്റിയും അത് വരാനുള്ള കാരണങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ചികിത്സാ മാർഗങ്ങളെ പറ്റിയാണ്. അപ്പോൾ ചികിത്സാ രീതികളെ പറ്റി ഒന്ന് പറയാമോ? ചികിത്സാ രീതികൾ നമുക്ക് മോണരോഗം വന്നു കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ചികിത്സിക്കാം. ഒന്ന് നമ്മൾ നോൺ സർജിക്കലായിട്ട് ചികിത്സിക്കാം, അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നോൺ സർജിക്കലും അങ്ങനെ ബ്രോഡ്ലി നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഫേസസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അതായത് നോൺ സർജിക്കൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫേസ് 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതിന് മുന്നേ തന്നെ ഒരു എമർജൻസി ഫേസ്, അത് എല്ലാ പേഷ്യൻസിനും ആവശ്യം വരാറില്ല. ചില കേസസിൽ നമുക്ക് ആപ്സിസോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂട്ട് സ്റ്റമ്പോ അങ്ങനെ ഇൻഫെക്റ്റഡ് എന്തെങ്കിലും റൂട്ട് സ്റ്റമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് നമ്മൾ എമർജൻസി ഫേസിൽ നമ്മൾ മാനേജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് ഫേസ് 1, അതായത് നോൺ സർജിക്കൽ തെറാപ്പി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിഞ്ചവൈറ്റിസ് എന്നൊക്കെയുള്ള കേസ് ആണെങ്കിൽ, അതായത് മോണയിൽ മാത്രം നിൽക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ, മോണവീക്കം മാത്രമാണെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ സ്കെയിലിംഗ് കൊണ്ട്, അതായത് പ്രൊഫഷണൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ക്ലീനിങ്, അതുകൊണ്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ ആൻറ്റി മൈക്രോബിയൽ റിൻസസ് അല്ലെങ്കിൽ മൗത്ത് വാഷസ് കൊടുത്താൽ മതിയാവും. അതിൽ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റേ നമ്മളിപ്പോൾ ഒരു പല്ല് അടയ്ക്കാനോ പല്ലെടുക്കാനോ പോയി കഴിഞ്ഞാൽ ആ അടച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റ് പിന്നെ ഹാപ്പിയാണ്. പല്ലെടുക്കാനാണെങ്കിൽ എടുത്തു കഴിയുമ്പം അതിൻ്റെ ഒരു 1 വീക്ക് കഴിഞ്ഞ് അതിൻ്റെ വേദന കഴിയുമ്പം അത് ഓക്കെ ആവും. പക്ഷേ പെരിഡോണ്ടൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മോണരോഗത്തിൻ്റെ ചികിത്സയ്ക്ക് നമുക്ക് പേഷ്യൻ്റ് കംപ്ലയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പേഷ്യൻ്റ് പാർട്ടിയിൽ നിന്ന് ഉള്ള ആ ഒരു കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണരോഗം ചികിത്സ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടർ ചികിത്സിച്ച് വിട്ടാലും പേഷ്യൻ്റെ പാർട്ടിയിൽ നിന്ന് ആ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസും ആ പ്രോപ്പർ ഫോളോ അപ്പും റീകോളും എല്ലാം കറക്റ്റായിട്ട് പേഷ്യൻ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കൊരു ഫുള്ളായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നോൺ സർജിക്കൽ തെറാപ്പിയിൽ നമ്മൾ സ്കെയിലിംഗ് ചെയ്യും, പിന്നെ എന്തെങ്കിലും ആൻറ്റി മൈക്രോബിയൽ റിൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും, മൗത്ത് വാഷ് അതൊക്കെ പേഷ്യൻ്റ് യൂസ് ചെയ്യാം. അത് നമുക്ക് ഇൻ ഓഫീസ്, നമുക്ക് ക്ലിനിക്കിനകത്ത് നമുക്ക് യൂസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. പിന്നെ പേഷ്യൻ്റ് വീട്ടിൽ പോയി ഹോം യൂസ് ആയിട്ടും ചെയ്യാം. പിന്നെ നമ്മൾ പോകുന്നത് സർജിക്കൽ തെറാപ്പിയിലേക്കാണ്. ഇപ്പം അത് സർജിക്കൽ തെറാപ്പി ചെയ്യേണ്ട കേസസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. എല്ലാ കേസിലും നമുക്ക് സർജിക്കലിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ പല്ലും മോണയും തമ്മിലുള്ള ആ ഒരു വിടവിന് ഒരു നോർമൽ ഡെപ്ത് ഉണ്ട്. അത് സൾക്കസ് ഡെപ്ത് എന്നാണ് പറയുന്നത്, ജിഞ്ചേവൽ സൾക്കസ് എന്ന് പറയും. ആ ഒരു ഡെപ്ത് ഒരു 3 മില്ലിമീറ്റർ വരെയാണ് നമ്മൾ നോർമലായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും കൂടുതലായിട്ട് പോയി കഴിയുമ്പം ആണ് നമുക്ക് പെരിഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളത് ആ ജിഞ്ചേവൽ സൾക്കസിൻ്റെ ഡെപ്ത് കൂടുമ്പോഴാണ് പെരിഡോണ്ടൽ പോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെരിഡോണ്ടൽ പോക്കറ്റ് ആയി കഴിയുമ്പോഴാണ് ശരിക്കും ഈ പെരിഡോണ്ടൈറ്റിസ് ആയി, അതായത് ട്രൂ പെരിഡോണ്ടൽ പോക്കറ്റ് ആയി കഴിയുമ്പോഴാണ് പെരിഡോണ്ടൈറ്റിസ് ആയി എന്ന് പറയുക. അപ്പോൾ അതിൽ ആ ഡെപ്ത് കൂടുന്നതനുസരിച്ചാണ് നമ്മൾ സർജിക്കൽ തെറാപ്പി കൊണ്ട് മാറ്റണോ അതോ നോൺ സർജിക്കലിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ സർജിക്കൽ തെറാപ്പിയിൽ നമുക്ക് ഫ്ലാപ്പ് സർജറി, ജിഞ്ചവെക്ടമി, അങ്ങനെ ഒരുപാട് സർജിക്കൽ തെറാപ്പി ചെയ്യാം. പിന്നെ മോണ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ, വേര് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിഷൻ കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മോണയുടെ തന്നെ പാലറ്റിൽ നിന്ന് ചത കട്ട് ചെയ്ത് നമുക്ക് വെക്കുന്ന ചികിത്സ, അങ്ങനെ പല ചികിത്സാ രീതികളിലും സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലുണ്ട്. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തൃത്താലയിൽ നിന്ന് പ്രകാശനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ എന്റെ പല്ലിന്റെ മുകളിലത്തെ വരിയുടെ സൈഡില് ഒരു പൊട്ടല് പോലെ ഉണ്ട്, ഒരു വര പോലെ ഇങ്ങനെ ഇതായിരിക്കാം നമ്മളെ മോണയുടെ അടുത്തായിട്ട്. മോണയും പല്ലുമായിട്ട് ചേരുന്ന ഭാഗത്താണോ? ആ അതെ അതെ അതെ, 2 സൈഡിലുണ്ട്. ഇപ്പുറത്തും ഈ 2 സൈഡിലും അങ്ങനെ കാണുന്നുണ്ട്. ഒരു 4 പല്ലിനുണ്ട്, ഈ സൈഡിലും ആ സൈഡിലും. അത് മുകളിലത്തെ പല്ലിൽ മാത്രമേ ഉള്ളൂ, താഴത്തെ പല്ലിലില്ല? ഇല്ല, താഴത്തെ പല്ലിലില്ല. അത് സാധാരണ ബ്രഷിങ്, പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ് ടെക്നിക്ക് ഫോളോ ചെയ്യാത്തപ്പം വരുന്നതാണ്. അത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് മുകളിലത്തെ പല്ല് മേളിൽ നിന്ന് താഴോട്ടും. എത്ര വയസ്സുണ്ട്? 48 വയസ്സ്. ഓക്കെ. പല്ല് പുളിക്കുന്നുണ്ട് ചില ടൈമിൽ. അതെ 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 അത് അവിടുത്തെ നമ്മുടെ ആ പല്ലും വേരുമായിട്ട് മോണയായിട്ട് ചേരുന്ന ഭാഗത്ത് കുറച്ച് പല്ല് ദ്രവിച്ച് പോയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കുറച്ച് ഭാഗം ദ്രവിച്ച് പോയിട്ട് അത് ആ പ്രോപ്പർ ബ്രഷിങ് ടെക്നിക്ക് ആകാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നമ്മൾ മുകളിലത്തെ പല്ല് മേളിൽ നിന്ന് താഴോട്ടും താഴത്തെ പല്ല് താഴേന്ന് മേളിലോട്ടും, അതായത് മുകളിലത്തെ പല്ല് മേളിൽ നിന്ന് താഴോട്ടാണ് വളരുന്നത്, മോണേന്ന് താഴോട്ട്. അപ്പം ബ്രഷ് ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ ചെയ്യുക. താഴത്തെ പല്ല് താഴത്തെ മോണേന്ന് പല്ലിലോട്ട് ബ്രഷ് ചെയ്യുക. അല്ല, നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ചെയ്യുമ്പോഴാണ് സാധാരണ, അല്ലെങ്കിൽ സ്ക്രബ് ടെക്നിക്ക് ചെയ്യുമ്പോഴാണ് സാധാരണ ഇങ്ങനെയുള്ളൊരു ഇത് കാണുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു പാർട്ട് നമുക്ക് ദ്രവിച്ച് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ആ പുളിപ്പ് അനുഭവപ്പെടുന്നത്. നമ്മൾ കടിക്കുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ ആ ഹൊറിസോണ്ടലായിട്ടുള്ള, അതായത് നമ്മൾ ചവയ്ക്കുന്ന ഭാഗം മാത്രമേ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ചെയ്യാവുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ മോണേന്ന് താഴത്തെ, മുകളിലത്തെ പല്ല് മേളിൽ നിന്ന് താഴോട്ടും താഴത്തെ പല്ല് താഴേന്ന് മേളിലോട്ടും ചെയ്യുന്നതായിരിക്കും ഉചിതം.
ഇന്നിപ്പോൾ ഈ പൊളിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് തൽക്കാലം അവിടെ സെൻസിറ്റിവിറ്റി പേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അത് ഒരു ദന്ത ഡോക്ടറെ കണ്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ അവരതിനുള്ള മരുന്ന് പേസ്റ്റ് എഴുതി തരുന്നതായിരിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പുളിപ്പ് മാറും. എന്ത് പേസ്റ്റ് ആണെന്നുള്ളത് പറഞ്ഞുതരാം മാഡത്തിന് പറ്റും. സെൻസിറ്റിവിറ്റി പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സെൻസിറ്റിവിറ്റി പേസ്റ്റ് പലതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സെൻസിറ്റിവിറ്റിക്കുള്ള പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ശ്രീ പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മോണരോഗങ്ങൾ എങ്ങനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം, എന്തെല്ലാമാണ് നൂതന ചികിത്സാ മാർഗങ്ങൾ എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ പെരിയോഡോണ്ടിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ദിവ്യ PV ആണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.